ഒരു ചക്ക വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു 4-5 കാന്താരിമുളകും, സ്വല്പം ഇത് കറിവേപ്പില അതിൻ്റെ കൂടെ അരയ്ക്കുന്നില്ല. ഈ കറിവേപ്പില ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ക്രഷ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തെല്ലാം മഞ്ഞൾപ്പൊടി കുറച്ച് വേണം. അതുപോലെ ഉപ്പും വേണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിത് ഈ ചക്കയിലോട്ട് ഇത് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ അങ്ങ് ചേർക്കാം. നല്ലപോലെ പഴമൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ഇഡലിപ്പാത്രം വെച്ച് അതിൻ്റെ തട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചക്ക അങ്ങോട്ട് ഇടുകയാണ്. അടച്ചു വെക്കുന്നു. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് വേകും. ഇപ്പോഴത്തെ ചക്ക എളുപ്പം വേകും, കാരണം മഴയായതുകൊണ്ട് വെള്ളമെല്ലാം ഉണ്ട്. വെള്ളം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് വെന്തെടുക്കാം. ഇപ്പോൾ ചക്ക നല്ലപോലെ വെന്തു വന്നാലും ഞാൻ തീ നിർത്തിയിട്ടില്ല. 2 ചക്കയായിരുന്നു. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കാം. ഓക്കെ, സേവ് ചെയ്യാൻ വേണ്ടി എടുക്കുവാണ്. ചിലരൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ തൂകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ എന്തിനാ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നത്?